ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. ഗൗരവഭാഗവത്തിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ നേരത്തെ തുടങ്ങുകയാണ്, കാരണം ഇന്നും ഒരു യാത്രയുണ്ട് ഗോശാലയിലേക്ക്. അതുകൊണ്ട് നേരത്തെ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം വണ്ടിയിൽ വെച്ച് ചിലപ്പം നല്ലപോലെ ഭഗവാനെക്കുറിച്ച് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഒലച്ചിലും അതൊക്കെ ഫോക്കസ് ചെയ്ത് പറയാൻ പറ്റുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് നേരത്തെ സത്സംഗം എടുക്കുന്നത്. 5 മണിക്ക് തന്നെ തുടങ്ങുകയാണ്. എന്തായാലും നമുക്ക് ആദ്യം പ്രണാമ മന്ത്രങ്ങൾ ഉരുവിട്ടതിന് ശേഷം സത്സംഗത്തിലേക്ക് കടക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. അഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവതഃ സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാകായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാന്വിതം ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനേ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനി ഗൗരഗദാ ദാമോദായ നഗരഗ്രാമകാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശകാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീതി നാമിനേ. ശിവാശഭാനബി ദേവി ദൈതായ കൃപാമേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭുദേവ മാധുര്യോജ്വലപ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദ ശ്രീഗൗരകരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗവിരുദ്ധസിദ്ധാന്തദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയെ വിപ്രണംബരസാംബോധേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായതേ ഗൗരാവിർഭാവമോ മേസ്താം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവസർവമോ ശ്രീജഗന്നാഥായ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരത്വസ്യൈ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. വേദാം സുരതോ പങ്കോർമമ മന്ദമതേ ഗിരിവത്സർവസ്വപാദാം ഭജോ രാധാമതിരമോഹനോ ദിവ്യവൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ് രത്നാകര സിംഹാസനസ്തു ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ പ്രേഷ്ഠാനഭിസേമ്യമാനസ്കാരം. ശ്രീമന്ദ സരസാരംഭീവം ശ്രീവടത്തടസ്ഥിത കർഷൻ വേണുസ്മനേർ ഗോപി ഗോപിനാഥസ്വേസ്തുന തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ.
മുഖം കരോതി വാചാലം ഭംഗം ലങ്കായി ദേഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും നിരതാരണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ചർച്ച തുടങ്ങാം. ഇന്ന് ഗോശാലയിലേക്ക് ഒന്ന് പോകണമായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിന്ന് നേരത്തെ തുടങ്ങുന്നത്. ചർച്ച തുടരാം. ഭഗവാൻ കൃഷ്ണനെ നമ്മൾ ശാശ്വതമായിട്ട് ഭഗവാന്റെ സേവനം ചെയ്യണമെങ്കിൽ നമുക്കൊരു ആധ്യാത്മിക ശരീരം വേണം. ഈ ലോകത്ത് ജീവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ് ഈ ഭൗതിക ശരീരം. പക്ഷെ ഭഗവാന്റെ സേവനം ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടുന്നത് ആധ്യാത്മിക ശരീരമാണ്. ആധ്യാത്മിക ശരീരം ഇല്ലാതെ നമുക്ക് ഭഗവാന്റെ സേവനം ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്കിപ്പോൾ ആത്മീയ ശരീരം ഇല്ല എന്നാണോ? ആത്മീയ ശരീരം ഇല്ല എന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ ഈ ശരീരത്തിനകത്ത് ആത്മാവുണ്ട്, അതാണ് നമ്മൾ. പക്ഷേ ആത്മാവിൻ്റെ ആത്മീയ സ്വരൂപം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ബീജാവസ്ഥയിൽ ആത്മാവ് ഇരിക്കുകയാണ്. അന്നേരം അതിൻ്റെ ആത്മീയ സ്വരൂപത്തെ നമ്മളിങ്ങനെ വികസിപ്പിച്ചെടുക്കണം ആധ്യാത്മിക കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ. എത്രത്തോളം കാലം നമുക്ക് ഈ ലോകം ആസ്വദിക്കാനും നിയന്ത്രിക്കാനും നമ്മുടെ അധീനതയിലാക്കാനുള്ള മനോഭാവം ഉണ്ടോ, അത്രത്തോളം കാലം നമ്മുടെ ആത്മീയ ശരീരം വികസിതമാകത്തില്ല. അതായത് ചുരുക്കത്തിൽ പറഞ്ഞ ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ എത്രത്തോളം കാലം നമ്മുടെ ഉള്ളിലുണ്ടോ അത്രത്തോളം കാലം നമ്മുടെ ആത്മീയ ശരീരം വികസിതമാകത്തില്ല. എന്നിട്ട് നമ്മുടെ ആയുസ്സാകുന്ന ആ സമയത്തിനുള്ളിൽ നമ്മൾ ഈ ശരീരത്തെ മാക്സിമം നമ്മുടെ ആസ്വാദനത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുക. എന്നിട്ട് ആ ശരീരം നശിച്ചു കഴിയുമ്പോൾ വീണ്ടും ഒരു പുതിയ ശരീരം എടുത്തുകൊണ്ടേയിരിക്കുക. പക്ഷെ എപ്പോഴാണോ നമ്മുടെ ആഗ്രഹം ഭഗവാന്റെ സേവനം ചെയ്യാനുള്ള ആഗ്രഹം അതിശക്തമാകുന്നത്, അതുകൂടാതെ നമുക്ക് ഇപ്പോൾ ലഭിച്ച ഈ ശരീരത്തെ മാക്സിമം ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്, അതിനനുസരിച്ച് നമുക്ക് ഭഗവാന്റെ ലോകത്തേക്ക് പ്രവേശിക്കാൻ കഴിയും. ആത്മീയ ശരീരം ലഭിക്കുന്നില്ല. അതിനായിട്ട് ചൈതന്യ മഹാപ്രഭു നമുക്ക് പഠിപ്പിച്ചിരിക്കുന്ന ഏറ്റവും നല്ല ഒരു ഉപായം എന്ന് പറഞ്ഞാൽ യുക്തവൈരാഗ്യമാണ്. അതായത് നമുക്ക് ലഭിച്ച എന്താണോ ബന്ധനത്തിന് കാരണമായിട്ടിരിക്കുന്നത് അതിനെ തന്നെ മോക്ഷത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. അതായത് നമുക്ക് ലഭിച്ച ഈ ശരീരമാണ് നമ്മുടെ ബന്ധനത്തിന് കാരണം. ഈ ശരീരത്തെ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുക. നമുക്ക് മനസ്സാണ് ഏറ്റവും വലിയ ബന്ധനത്തിന് കാരണം. ഈ മനസ്സിനെയും ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. അങ്ങനെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും മുക്തനാവുക എന്നതാണ് നമുക്ക് ഈ കലിയുഗത്തിലെ ഏറ്റവും ഉത്തമ മാർഗം. അല്ലാതെ നമ്മൾ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതെന്തായാലും നമ്മളൊന്നും പ്രവർത്തിക്കാതിരിക്കാൻ കഴിയില്ല, ഒന്നും ചിന്തിക്കാതിരിക്കാൻ കഴിയത്തില്ല. പക്ഷെ ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുക, ഭഗവാന് വേണ്ടി ചിന്തിക്കുക. ഇതാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക് പറഞ്ഞു നൽകുന്ന ഏറ്റവും എളുപ്പമാർഗം. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ ഇതെല്ലാം ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ മുക്താവസ്ഥയിലേക്ക് എത്തും. അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു മരത്തെ വെട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കോടാലി, ആ കോടാലിയുടെ പിടിയും മരം വെച്ച് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് ഈ ശരീരത്തെ ആസ്വദിക്കാനുള്ള മനോഭാവത്തെ നമ്മൾ ആ ശരീരത്തെ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുത്തുന്നതിലൂടെ
നമ്മൾ അതിൽ നിന്ന് മുക്തനാവാൻ ശ്രമിക്കുക. നമ്മൾ നമ്മുടെ ശരീരത്തെ ഇപ്പോൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ആസ്വാദനത്തിന് വേണ്ടി. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കണം. ഭഗവാന്റെ ആ സേവനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നമുക്ക് ഈ ശരീരത്തിനോടുള്ള ആസക്തി, ഈ ശരീരത്തിലൂടെ ലഭിക്കുന്ന സുഖഭോഗങ്ങളിൽ നിന്ന് നമുക്ക് വിരക്തിയിലിരിക്കാൻ പറ്റും. ഈ ശരീരം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ദ്രിയങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ ശരീരത്തിൻ്റെ. കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി, കൈ, കാല്, ജനനേന്ദ്രിയങ്ങൾ, ശബ്ദം, ഇതൊക്കെ നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളുമാണ്. എന്നിട്ട് ഇതിനെയൊക്കെ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കണം? നമ്മുടെ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കണം. ഋഷികേശ സേവനം ഭക്തി ഉച്യത്തെ. നമ്മുടെ ഋഷിക് എന്ന് പറഞ്ഞ ഇന്ദ്രിയങ്ങളിലാണ്. ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഋഷികേശന്റെ, ഈ ഋഷികന്റെ എല്ലാം ഈശ്വരനായ ഋഷികേശൻ, അത് ഭഗവാന്റെ സേവനം ചെയ്യുമ്പോൾ അതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. പല പല രീതിയിലും മുക്ത അവസ്ഥയിലേക്ക് എത്താൻ ആൾക്കാർ ശ്രമിക്കാറുണ്ട്. അവരുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ പിടിച്ചു നിർത്താൻ അവർ ശ്രമിക്കാറുണ്ട്. പക്ഷെ അതിനെല്ലാം ഭഗവാൻ ആവശ്യമില്ല. കലിയുഗത്തിൽ അതൊന്നും പ്രാവർത്തികമല്ല എന്നാണ് പറയുന്നത്. അതിനെയെല്ലാം മർക്കട വൈരാഗ്യം എന്നാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. എന്താണ് മർക്കട വൈരാഗ്യത്തിൻ്റെ അർത്ഥം? മർക്കടൻ എന്ന് പറഞ്ഞാൽ കുരങ്ങൻ. കുരങ്ങന്റെ വിരക്തി പോലെയാണെന്നാണ് പറയുന്നത്. അതെങ്ങനെ? കുരങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു തപസ്വി ചെയ്യുന്ന കാട്ടിലുള്ള ഋഷി ജീവിക്കുന്ന പോലെ തന്നെയാണ് കുരങ്ങനും ജീവിക്കുന്നത്. അതായത് ഫലമൂലാദികൾ മാത്രം കഴിക്കുന്നു, അല്ലേ? പിന്നെ വിവസ്ത്രനായിട്ട് നടക്കുന്നു, കാട്ടിലാണ് താമസിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ലൈംഗിക ബന്ധത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസ്വാദനത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ ഭഗവാൻ കൃഷ്ണന്റെ സേവനം ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ ഭഗവാൻ അത് നന്നായിട്ടറിയാം. ഭഗവാൻ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ശരീരത്തെയും നിയന്ത്രിക്കുന്ന ആളാണ്. അന്നേരം നമ്മൾ ഭഗവാന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നത് കാണുമ്പോൾ ഭഗവാന് സന്തോഷമാണ്. അതുകൊണ്ട് ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ ചെയ്യുന്നൊരു പ്രക്രിയയല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും നമ്മൾ ഭഗവാനായിട്ടൊരു ബന്ധം സ്ഥാപിക്കുന്നതാണ്. അന്നേരം ഭഗവാനുമായിട്ട് നമുക്കൊരു ഏറ്റവും ആഴത്തിലൊരു ബന്ധമുണ്ടാകുന്നു സേവനത്തിലൂടെ. അത് നമുക്ക് എല്ലാവർക്കും അനുഭവമുണ്ട്, അല്ലേ? നമുക്കൊരിക്കലും ഭഗവാൻ കൃഷ്ണനെ പറ്റിക്കാൻ കഴിയില്ല. അന്നേരം നമ്മൾ ഭക്തിയിൽ അധികം പുരോഗമിച്ചില്ലെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഭഗവാനോട് പറയാം, ഭഗവാനെ, ഞാൻ അത്രയൊന്നും പുരോഗമിച്ചിട്ടില്ല, എൻ്റെ അവസ്ഥ എന്താണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ, ഞാൻ പൂർണ്ണമായിട്ട് അങ്ങയുടെ കാരുണ്യത്തിൽ ആശ്രയിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നത് ഭഗവാന്റെ കാരുണ്യം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് നമ്മളിപ്പോൾ ഏത് അവസ്ഥയിലാണ് ഇരിക്കുന്നത് ആ അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് ഭഗവാനോട് യാചിക്കുക, ഭഗവാനെ, എനിക്ക് ഭക്തിയിൽ പുരോഗമിക്കാൻ ആഗ്രഹമുണ്ട്, അങ്ങ് അനുഗ്രഹിക്കണം. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കിട്ടും. അന്നേരം എങ്ങനെയാണ് നമ്മൾക്ക് ഭഗവാന്റെ കാരുണ്യം കിട്ടുക? നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാൻ. നമ്മുടെ ശരീരം കൊണ്ട് മാക്സിമം ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുക, മനസ്സുകൊണ്ട് മാക്സിമം ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുക, വാക്കുകൾ മാക്സിമം ഭഗവാനെക്കുറിച്ച് സംസാരിക്കുക. അങ്ങനെ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭഗവാൻ നമ്മളെ കൂടുതൽ അനുഗ്രഹിക്കും. എന്താണ് ഭഗവാന്റെ ഏറ്റവും വലിയ അനുഗ്രഹം? ഈ സംസാര സാഗരത്തിൽ നിന്നുള്ള മോചനമാണ് ഭഗവാന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആ സമയത്ത് ഒരു യോഗി ഉണ്ടായിരുന്നു. അതായത് മഹാപ്രഭു നവദ്വീപിൽ തന്നെ ഒരു യോഗി ഉണ്ടായിരുന്നു. അദ്ദേഹം മരവുരിയും ധരിച്ച് അഷ്ടാംഗ യോഗം കാട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ്.
പക്ഷെ ആൾക്ക് ഭക്തിയോട് അത്ര താല്പര്യമൊന്നുമില്ലായിരുന്നു. പക്ഷെ ആള് ബ്രഹ്മചര്യ വ്രതവും പാലിക്കുന്നുണ്ടായിരുന്നു. ഏകാദശി ദിവസം അദ്ദേഹം ഉപവാസം ഇരിക്കും. ഏകാദശി, പൗർണമി, അമാവാസ്യ എന്നീ ദിവസങ്ങളിലൊക്കെ പൂർണ്ണ ഉപവാസം ഇരിക്കും. ചില ദിവസങ്ങളിൽ അദ്ദേഹം ഇലകൾ മാത്രമേ കഴിക്കൂ. എന്നിട്ട് എല്ലാ ദിവസവും വേദങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കും. വളരെ ഉത്തമ ബ്രഹ്മചാരിയായിരുന്നു അദ്ദേഹം. കയ്യിൽ ദണ്ഡയുണ്ട്, കമണ്ഡലും ഉണ്ട്. ഒരിക്കൽ അദ്ദേഹം ശ്രീവാസ് ഠാക്കൂർജിയുടെ വീട്ടിലേക്ക് എത്തി. എന്നിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ കീർത്തനത്തിൽ ഒന്ന് കാണാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ശ്രീവാസ് ഠാക്കൂർ പറഞ്ഞു, ഭക്തർക്ക് മാത്രമേ ആ കീർത്തനത്തിൽ പങ്കെടുക്കാൻ കഴിയൂ. അങ്ങനെ ഉടനെ ആ യോഗി പറഞ്ഞു, ഞാൻ ഇത്രയും ദൂരത്തു നിന്ന് വന്ന് ആ കീർത്തനം കാണാൻ വേണ്ടിയാണ്. എനിക്കത് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ വളരെ കർക്കശമായിട്ട് ബ്രഹ്മചര്യം പാലിക്കുന്ന ആളാണ്. അപ്പോൾ ശ്രീവാസ് പറഞ്ഞു, എന്തായാലും ആള് ബ്രഹ്മചര്യയാണ്, നല്ലൊരു തപസ്വിയാണ്, സാധാരണ വ്യക്തിയല്ല. അതുകൊണ്ട് ശ്രീവാസ് ഠാക്കൂർ പറഞ്ഞു, ശരി, നീ എൻ്റെ വീട്ടിൽ നിന്നോളൂ, എന്നിട്ട് ഈ ജനലിലൂടെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സ്ഥിരം ചൈതന്യ മഹാപ്രഭു എല്ലാ ദിവസവും വൈകുന്നേരത്ത് വന്ന് കീർത്തനം ആരംഭിക്കുമല്ലോ. ഭഗവാൻ അങ്ങനെ സന്ധ്യാസമയത്ത് വന്നു. പിന്നെ കീർത്തനം ആരംഭിച്ചു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ. മൃദംഗവും കൊട്ടി കർത്താൽ പഠിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ ചൈതന്യ മഹാപ്രഭു കീർത്തനം നിർത്തി. ഭഗവാന്റെ ഒരു രീതി അറിയാലോ, യോഗ്യതയില്ലാത്ത ആരെങ്കിലും ആ മുറിയിലുണ്ടെങ്കിൽ പിന്നെ ഭഗവാൻ ഒരു കീർത്തനത്തിൽ ഒരു രസം തോന്നത്തില്ല. അപ്പോൾ എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സങ്കീർത്തനത്തിനെ ഭഗവാൻ കൊണ്ടുവന്നത് തന്നെ നമ്മൾ കലിയുഗത്തിലുള്ളവർക്ക് വേണ്ടിയാണ്. കലിയുഗത്തിലുള്ളവർക്ക് സംഗീതവും ഭക്ഷണവും ഏറ്റവും ഇഷ്ടമായിരിക്കും. കാരണം ആസ്വാദനമാണ് കലിയുഗത്തിലുള്ളവരുടെ ലക്ഷണം. തപസ്യ തീരെ ഇഷ്ടമല്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഡാൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭക്തര് സങ്കീർത്തനത്തിൽ നൃത്തം ചെയ്യുമ്പോൾ അവർ കുറ്റം പറയുന്നുണ്ടെങ്കിലും പബ്ബുകളിൽ പോയി എല്ലാവരും ഡാൻസ് ചെയ്യുന്നുണ്ട്, അല്ലേ? ഡാൻസ് ഈ കല്യാണത്തിനും അതിലൊക്കെ. അങ്ങനെ അത് പൊതുവേ കലിയുഗത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ്. സംഗീതം, എൻ്റർടൈൻമെൻറ്റ്, എന്തു പറയുന്ന ഇത് ഭക്ഷണം. അതാണ് മുക്കിന് ഇപ്പോൾ ഭക്ഷണങ്ങളൊക്കെ വരുന്നു, ഭക്ഷണ ഹോട്ടലുകൾ വരുന്നു. അതുകൂടാതെ പലതരത്തിലുള്ള മ്യൂസിക്, റാപ്പ് എന്ന് പറയുന്നതും അങ്ങനെ പോപ്പ് മ്യൂസിക്കും എല്ലാം ഇങ്ങനെ പോപ്പുലർ ആവുന്നത് എന്തുകൊണ്ടാണ്? കലിയുഗത്തിലുള്ള ഭയങ്കര ഇഷ്ടമാണ് സംഗീതം, ഭക്ഷണം. അതുകൊണ്ട് ഭക്തി ചൈതന്യ മഹാപ്രഭു അതിലൂടെ തന്നെ എല്ലാവർക്കും കൊടുക്കുകയാണ്. അങ്ങനെ അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു സങ്കീർത്തനം സ്റ്റാർട്ട് ചെയ്യുന്നത്, പ്രസാദം ഇത്രയും സുലഭ്യമാക്കുന്നു. പക്ഷെ ആ സങ്കീർത്തനത്തിൻ്റെതായിട്ടുള്ള രീതിയുണ്ട്. അല്ലാതെ സാധാരണ ഒരു വെഡിങ് പാർട്ടിയിൽ ഡാൻസ് ചെയ്യുന്ന പോലെ, ഒരു പബ്ബിൽ ഡാൻസ് ചെയ്യുന്ന പോലെ അല്ല ഇത്. ഇവിടെ ഹരേ കൃഷ്ണ നാമം ജപിച്ചുകൊണ്ട് സങ്കീർത്തനത്തിൽ ഏർപ്പെടുകയാണ്. എന്നാൽ ആ സങ്കീർത്തനത്തിൽ എല്ലാ ഭക്തരും കൂടെ ഒത്തൊരുമിച്ച് ഭഗവാന്റെ തിരുനാമം ജപിക്കുകയും ഭഗവാനെക്കുറിച്ച് സ്മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അവിടെ മ്യൂസിക് ഒരു വിഷയമല്ല, താളം അതൊന്നും ഒരു വിഷയമല്ല. അതിനൊക്കെ അപ്പുറത്തായിട്ടൊരു പരമോന്നതമായിട്ടുള്ള ഒരു ധ്യാന അവസ്ഥ, പരമോന്നതമായിട്ടുള്ള സമാധി അവസ്ഥയിലേക്ക് എത്തും. സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഭഗവാനുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുക എന്നതാണ്. കണ്ണടച്ച് ധ്യാനിച്ച് നമ്മുടെ ഭൗതിക വികാരങ്ങളെ എല്ലാം അതിജീവിച്ച് ഇതിനപ്പുറത്തായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ബോധത്തെ കൊണ്ടുപോകുന്നതാണ് സമാധി എന്ന് പറയുന്നത്, ഏറ്റവും ഉയർന്ന ബോധം. അന്നേരം ആ ഉയർന്ന സമാധിയുടെ ഏറ്റവും ഉയർന്ന അവസ്ഥയാണ് സങ്കീർത്തനം എന്ന് പറയുന്നത്. അന്നേരം സങ്കീർത്തനത്തിൽ നമ്മൾ ഭഗവാന്റെ ആ കാരുണ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. നമ്മൾ എത്ര പതീതരാണ് നമ്മൾ ചിന്തിക്കുന്നു. അന്നേരം ഭഗവാൻ നമ്മളെ അങ്ങ് സ്വീകരിക്കുന്നു. ഭഗവാനുമായിട്ട് വളരെ ഇൻറ്റിമേറ്റ് ഒരു ബന്ധമുണ്ടാക്കാൻ പറ്റുന്ന ഒരു
പ്രക്രിയയാണ് സങ്കീർത്തനം പറയുന്നത്. അന്നേരം അത്രയ്ക്ക് ഭഗവാൻ അത്രയ്ക്ക് ഡീപ്പായിട്ടുള്ള ഒരു സമാധി അവസ്ഥയിലേക്ക് പോവുകയാണ് സങ്കീർത്തനത്തിൽ. അതുകൊണ്ട് തന്നെ ആ സമയത്ത് യോഗ്യരല്ലാത്ത ആരും അവിടെ കാണാൻ പാടില്ല. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർക്കിതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയില്ല. അവർ അപരാധങ്ങൾ ചെയ്യും. അത് ഭഗവാനെ ഡിസ്റ്റർബ് ചെയ്യും. കാരണം ഭഗവാൻ വന്നിരിക്കുന്ന തന്നെ കാരുണ്യം കൊടുക്കാൻ വേണ്ടിയാണ്. ഒന്ന്, ഭക്തിരസത്തെ സ്വയം ഭഗവാൻ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഭഗവാൻ ഭക്തനായിട്ട് വന്നിരിക്കുന്നത്, സാക്ഷാൽ ചൈതന്യ മഹാപ്രഭു. എന്നിട്ട് ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ഭക്തര് ഇതെന്താണ് നമ്മൾ പറയുന്നതെന്ന് അറിയണമെങ്കിൽ ഒന്നും കൂടെ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കേൾക്കുക കേട്ടോ. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ സങ്കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഭഗവാൻ നിർത്തിയിട്ട് പറഞ്ഞു, എനിക്ക് സ്ഥിരം കിട്ടുന്ന ആനന്ദം കിട്ടുന്നില്ലല്ലോ, എന്താണ് സംഭവിക്കുന്നത്? ആ കീർത്തനത്തിൽ എനിക്കൊരു ഇഷ്ടം തോന്നുന്നില്ല. ആരാണ് ഈ തടസ്സം സൃഷ്ടിക്കുന്നത്? അപ്പം ഇതിൻ്റെ ഇടയിൽ ശ്രീവാസ് ഠാക്കൂറിന് മനസ്സിലായി ആര് കാരണമെന്ന്. ഉടനെ ശ്രീവാസ് ഠാക്കൂർ ഭഗവാന്റെ പാദത്തിൽ വീണിട്ട് പറഞ്ഞു, ഭഗവാനെ, ഞാൻ വലിയൊരു അപരാധം ചെയ്തു. ഞാനിങ്ങനെ ഒരു ബ്രഹ്മചാരിയെ സങ്കീർത്തനത്തിൽ നിൽക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തിക്ക് സങ്കീർത്തനം കാണണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. വലിയൊരു യോഗിയാണ്, അങ്ങയുടെ കീർത്തനം കാണണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. അപ്പോൾ ചൈതന്യ മഹാപ്രഭു ആളിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഇതിൻ്റെ കയ്യിൽ കമണ്ഡലവും ദണ്ഡവും എല്ലാം പിടിച്ചുകൊണ്ട് അദ്ദേഹം വന്നു. ജട ധരിച്ച, മുടിയൊക്കെ ജടയാക്കി വെച്ചിരിക്കുകയാണ്, മരൂരിയും ധരിച്ചിരിക്കുകയാണ്. എന്നിട്ട് കണ്ടു കഴിഞ്ഞാൽ വലിയ തപസ്യായിട്ട് തന്നെ കാണപ്പെട്ടു. എന്നിട്ട് ചൈതന്യ മഹാപ്രഭുവിൻ്റെ മുമ്പിൽ വന്നില്ല. അദ്ദേഹത്തിൻ്റെ തപസ്സെല്ലാം ഫലവത്തായല്ലേ മഹാപ്രഭുവിനെ ഒന്ന് കാണാൻ പറ്റിയത്. അങ്ങ് എന്താണ് ചെയ്യുന്നതെന്ന് ചൈതന്യ മഹാപ്രഭു ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അഷ്ടാംഗ യോഗമാണ് ചെയ്യുന്നത്. ഞാൻ ഉൾക്കാട്ടിലിരുന്ന് തപസ് ചെയ്യാറുണ്ട്. ഫലമൂലാദികളാണ് കഴിക്കുന്നത്. ഞാൻ ഇലകളും മാത്രമേ കഴിക്കാറുള്ളൂ, ഫലമൂലാദികൾ ഇലകളും. ഇതിനോടെ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, നീ വലിയ തപസ്യാണല്ലേ, പക്ഷെ നീ നവദ്വീപിൽ തന്നെ നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു. ഈ നവദ്വീപ് എന്ന് പറയുന്നത് ഒരുപാട് ഗൃഹസ്ഥരും വ്യവസായികളും ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. നിന്നെപ്പോലുള്ള ഒരു യോഗിക്ക് താമസിക്കാൻ പറ്റുന്ന സ്ഥലമല്ല. ഞാൻ പറയട്ടെ, നീ എന്തുകൊണ്ടായി ഇവിടെ നിൽക്കുന്നതെന്ന്. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നിനക്ക് ഇപ്പോഴും വിരക്തി വന്നിട്ടില്ല. നിനക്ക് ഇപ്പോഴും ആസ്വദിക്കാൻ താല്പര്യമുണ്ട്. നിനക്ക് കാട്ടിലോട്ടൊക്കെ പോയി തപസ് ചെയ്യുമ്പോൾ നിനക്ക് ഒരു ഒറ്റപ്പെടലിൻ്റെ അനുഭവമുണ്ട്. പക്ഷെ അതേ സമയത്ത് നീ ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിലോ, നീ തപസ്യായിട്ട് കാണപ്പെടും. എല്ലാ ഗൃഹസ്ഥരും നിന്നെ അവരുടെ വീടുകളിലേക്ക് ക്ഷണിക്കും, നിനക്ക് നല്ല ഭക്ഷണവും തരും. അതുകൊണ്ട് നീ ഇവിടെ നിൽക്കുന്നത് ഈ നഗരത്തിലുള്ള ആൾക്കാരുടെ ബഹുമാനം കിട്ടാൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ നീ വിരക്തനല്ല. ഇവിടെ സങ്കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഗൃഹസ്ഥ ഭക്തർ നിന്നെക്കാട്ടിയും വിരക്തരാണ്. കാരണം അവർ ഭഗവാന്റെ സേവനം ചെയ്യുന്നു, ഭഗവാന്റെ സങ്കീർത്തനത്തിൽ പങ്കെടുക്കുന്നു. പക്ഷെ നീ വെറും ആസ്വദിക്കാനാണ് താല്പര്യം കാണിക്കുന്നത്. അതുകൊണ്ട് നീ ഇവിടെ നിൽക്കാൻ പാടില്ല, കീർത്തനം കാണാൻ പാടില്ല, നീ ഇപ്പം തന്നെ ഇറങ്ങണമെന്ന്. ഇത്രയും പറഞ്ഞിട്ട് ചൈതന്യ മഹാപ്രഭു ശ്രീവാസ് ഠാക്കൂറിനോട് പറഞ്ഞു, അവനെ നേരെ പുറത്താക്കാൻ പറഞ്ഞു. ഇതുമല്ലേ ബാബു, കരുണാമയനാണ് ഭഗവാൻ, പക്ഷെ എത്ര സ്ട്രിക്റ്റ് ആണെന്ന് നോക്കണം. ഭഗവാൻ പറയുന്നു, നീ ഇത്രയും വലിയ, ഒന്ന് ആലോചിച്ച് നോക്കണം, ഉൾക്കാട്ടിലാണ് താമസിക്കുന്നത്, ഭക്ഷണം ഒന്നും കഴിക്കാറില്ല, മരൂരിയും ധരിച്ച് ഇലകളും കഴിച്ചാണ് ജീവിക്കുന്നത്. പക്ഷേ ചൈതന്യ മഹാപ്രഭു പറയുന്നത് എന്തോ, ഇതൊന്നും യഥാർത്ഥ വിരക്തിയല്ല. യഥാർത്ഥ വിരക്തി എന്ന് പറഞ്ഞാൽ ജപിക്കുക എന്നതാണ് ഏറ്റവും വലിയ വിരക്തി. കാരണം നിന്നെക്കാട്ടിയും വലിയ വിരക്തനാണ് ഇവിടെയുള്ള ഗൃഹസ്ഥ ഭക്തരെല്ലാവരും. കാരണം അവരെല്ലാം സങ്കീർത്തനത്തിൽ പങ്കെടുക്കുകയാണ്. ഹരേ കൃഷ്ണ. അങ്ങനെ കലിയുഗത്തിലെ ഏറ്റവും വലിയ തപസ്യ കാട്ടിൽ താമസിക്കുന്നതും എത്ര കഴിക്കുന്നു എത്ര കഴിക്കുന്നില്ല എന്നല്ല, എത്ര ജപിക്കുന്നു എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അല്ലേ? അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
ഒരു മിനിറ്റ്. അപ്പോൾ ആ യോഗി വീട്ടിന് പുറത്തെത്തി. എന്നിട്ട് അദ്ദേഹം ചിന്തിക്കുകയാണ്, ചൈതന്യ മഹാപ്രഭു എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ശരിയല്ലേ? ഞാൻ യഥാർത്ഥത്തിൽ വിരക്തിയിലുള്ള വ്യക്തിയല്ല. ഇത്രയും കഠിനമായിട്ടുള്ള തപസ്യകൾ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും അതുകൊണ്ട് എന്താ പ്രയോജനം? ശരിക്കും ആ നാമം ജപിക്കുന്ന സങ്കീർത്തനത്തിൽ പങ്കെടുക്കുന്ന ആ ഭക്തരല്ലേ യഥാർത്ഥത്തിൽ വിരക്തര്? അവരെത്ര ശാന്തരാണ് നോക്കൂ. അവർ വളരെ വിശിഷ്ട വ്യക്തികളാണ്. പക്ഷെ എന്നാലും ഞാൻ എത്ര വലിയ പതീതനാണ് നോക്കണേ. എന്നിട്ടും ആ സങ്കീർത്തനം കാണാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചല്ലോ. പക്ഷെ ചൈതന്യ മഹാപ്രഭു എത്ര സുന്ദരനാണ്. ആ ഭക്തരൊക്കെ എത്ര, ഇവരുടെ ദേഹത്ത് എത്ര തേജസ്സാണ്. അവരുടെ എല്ലാം കാരുണ്യമാണ് എനിക്കിങ്ങനെ ഒരു സൗഭാഗ്യം ലഭിച്ചത്. ഞാൻ വളരെ ഏറ്റവും വലിയ ദുഷ്ടനാണ്. പക്ഷെ എന്നാലും എനിക്ക് ആ സങ്കീർത്തനം കാണാനുള്ള ഭാഗ്യം ലഭിച്ചല്ലോ എന്ന് പറഞ്ഞ് ആളുടെ കണ്ണീന് ഇങ്ങനെ കണ്ണീര് വരിക. അപ്പോൾ കീർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ, എല്ലാവരും കമൻസ് ഇടും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഇങ്ങനെ കീർത്തനം നടന്നുകൊണ്ടിരിക്കുക. അന്നേരം യോഗി പുറത്ത് നിന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. വീണ്ടും ചൈതന്യ മഹാപ്രഭു കീർത്തനം നിർത്തി. എന്നിട്ട് പറഞ്ഞു, ആ യോഗി എവിടെയെന്ന് ചോദിച്ചു. അന്നേരം എല്ലാവരും പറഞ്ഞു, അവൻ പുറത്തുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കറിയാം, അവനെ ഇപ്പം ഇനി കൊണ്ടുവരാൻ നോക്കും. ഇനി അവൻ സങ്കീർത്തനത്തിൽ പങ്കെടുക്കാൻ യോഗ്യനാണ്. ഹരേ കൃഷ്ണ. ഇതിൽ നമുക്ക് മനസ്സിലാകാം ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാരണം എന്താണ്. ആദ്യം വലിയ യോഗിയെ പോലെ അഭിനയിച്ചു. അപ്പോൾ ചൈതന്യ മഹാപ്രഭു പുറത്താക്കി. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് ആ കണ്ണീര് വന്നപ്പോൾ ചൈതന്യ മഹാപ്രഭു സ്വീകരിച്ചില്ല. ചൈതന്യ മഹാപ്രഭുക്ക് ജയ. അന്നേരം ആദ്യം ആ യോഗി തപസ്യയെ പോലെ അഭിനയിക്കുകയായിരുന്നു. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രശസ്തി അംഗീകാരമൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തെ സ്വീകരിച്ചില്ല. പക്ഷെ എപ്പോഴാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ സേവന മനോഭാവം ഉണർന്നത്, ഭക്തരെ അഭിനന്ദിക്കുന്ന ഒരു ഭാവത്തിലേക്ക് എത്തിയത്, ഉടനെ ചൈതന്യ മഹാപ്രഭു സ്വീകരിച്ചു. അതുകൊണ്ട് ഈ ഒരു ലീലയിൽ നിന്ന് നമ്മൾ എങ്ങനെയുണ്ട്? ഈ ലീല സൂപ്പറല്ല, നമുക്കൊരു വലിയൊരു പാഠമാണ്. എന്നാൽ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ഗൃഹസ്ഥരായാലും ബ്രഹ്മചാരിയാണെങ്കിലും സന്യാസിയാണെങ്കിലും അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മൾ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുകയാണ്. അതിനെക്കുറിച്ച് ഒരു ഒരു ശ്ലോകം തന്നെയുണ്ട്. ബ്രഹ്മചാരി ഗ്രഹേ ഠാക്കോ വനേ ഠാക്കോ സദാ ഹരി ഭോലെ ഠാക്കോ. അതായത് നമ്മൾ എപ്പോഴും ഭഗവാന്റെ നാമം ജപിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നമ്മൾ ഗൃഹസ്ഥരാണോ ബ്രഹ്മചാരിയാണോ സന്യാസിയാണോ അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. അതുകൊണ്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ആ ഒരു പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചൈതന്യ മഹാപ്രഭു നമുക്ക് പഠിപ്പിച്ച ഒരു മാർഗം എന്ന് പറഞ്ഞാൽ യുക്തവൈരാഗ്യമാണ്. യുക്തവൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഭഗവാന് വേണ്ടി എന്തും ചെയ്യാൻ, ഭഗവാന് വേണ്ടി അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല. അതാണ് യുക്തവൈരാഗ്യം. കാരണം ഓരോ വ്യക്തികൾക്കും അവരവരുടെ സാഹചര്യം വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് അവരവരുടെ സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് ഭഗവാന്റെ സേവനം എങ്ങനെ നമുക്ക് ചെയ്യാം, അതാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് അടുത്ത അദ്ദേഹത്തിലേക്ക് കടക്കാം.
എങ്ങനെയുണ്ട് രാവിലത്തെ ഈ ഒരു അധ്യായം നമ്മൾ ചർച്ച ചെയ്തു? കമൻസിലിടോ. സൂപ്പർ അധ്യായമല്ലായിരുന്നു അല്ലേ? നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ പറ്റി ഈ ഒരു അധ്യായത്തിൽ. അടുത്ത അധ്യായത്തിലേക്ക് നമുക്ക് കിടക്കാം. അതാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലകളുടെ പ്രത്യേകത. അതാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് ഭക്തി എങ്ങനെ പരിശീലിക്കണമെന്നാണ് മഹാപ്രഭുവിൻ്റെ ലീലയിൽ മൊത്തം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ഗ്രന്ഥമാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലകൾ. ഇപ്പോൾ ഇത്രയും അധ്യായങ്ങൾ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ തന്നെ എത്രയോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഭക്തി എന്താണെന്നും അതൊക്കെ കറക്റ്റ് അല്ലേ? കമൻസിലിടും. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത അധ്യായങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗപ്രദമായില്ലേ? ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ചൈതന്യ മഹാപ്രഭു ആരാണെന്നും ഭക്തി എങ്ങനെയായിരിക്കണമെന്നൊക്കെ. ഇതാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശിക്ഷണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാൻ കൃഷ്ണൻ്റെ ലീലകളൊക്കെ നമ്മൾ പഠിക്കുന്നു. ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ കൃഷ്ണൻ ആരാണെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം, അതായത് ഗീതയും ഭാഗവതവും അനുസരിച്ച് എങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ജീവിക്കണം, നാമജപത്തെ നമ്മുടെ ജീവിതത്തിലെ പ്രധാന കർത്തവ്യമായിട്ട് നമ്മൾ എങ്ങനെ നിർവഹിക്കണം, അതിനോടൊപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലകളിലൂടെയാണ് പഠിക്കാൻ കഴിയുന്നത്. ഇനി നമുക്ക് ചർച്ച തുടരാം. ഒരിക്കൽ ചൈതന്യ മഹാപ്രഭു ശ്രീവാസൻ്റെ വീട്ടിൽ കീർത്തനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കീർത്തനം ചെയ്ത് ഭഗവാൻ ആ സങ്കീർത്തനത്തിൽ മഗ്നനായി ഭക്തിഭാവത്തിൽ ബോധം കെട്ടു വീണു. അപ്പോൾ അദ്വൈതാചാര്യൻ വിചാരിച്ചു, ഭഗവാന്റെ കാരുണ്യത്തെ എടുക്കാൻ ഇത് നല്ലൊരു അവസരമാണ്. ഉടനെ എന്ത് ചെയ്തു? ഭഗവാന്റെ പാദത്തിൽ തല കൊണ്ടങ്ങ് വെച്ചു എന്നുള്ളതാണ്. ഭഗവാൻ തിരിച്ചു ബോധം വന്നു. അന്നേരം ചൈതന്യ മഹാപ്രഭു എഴുന്നേറ്റിട്ട് പറഞ്ഞു, ആരോ എൻ്റെ ഭക്തി എല്ലാം തട്ടിയെടുത്തിരിക്കുന്നു. എനിക്ക് കൃഷ്ണനോട് ഒരു പ്രേമം തോന്നുന്നില്ല. ആരോ എൻ്റെ ഭക്തി എല്ലാം തട്ടിയെടുത്തു എന്ന്. ഭക്തി ഇല്ലാതെ ഞാൻ ജീവിച്ചിട്ട് എന്ത് കാര്യം? അങ്ങനെ അത് നിങ്ങൾക്ക് മനസ്സിലായി. ഭക്തന്റെ കാലിൽ തൊടുന്ന സമയത്ത് ഭക്തന്റെ ഭക്തി എല്ലാം പോകുന്നു. ഇതും അടുത്ത പാഠം. അപ്പോ വീണ്ടും ഭക്തി ഉണ്ടാക്കിയെടുക്കും. ചൈതന്യ മഹാപ്രഭു ഭക്തിയിൽ ഭാവത്തിൽ ഇങ്ങനെ ബോധം കെട്ട് കിടക്കുമ്പോൾ അദ്വൈതാചാര്യൻ ഭഗവാന്റെ കാൽക്കൽ ചെന്ന് തല വെച്ചു. ഉടൻ തന്നെ ഭഗവാന് ബോധം വന്നിട്ട് ഭാവം പറഞ്ഞു, ആരോ എൻ്റെ ഭക്തി എല്ലാം മോഷ്ടിച്ചു. എനിക്ക് കൃഷ്ണനോട് ഒരു പ്രേമം തോന്നുന്നില്ല. ആരാണത് ചെയ്തത്? ഇനി ഭക്തി ഇല്ലാതെ ജീവിച്ചിട്ട് കാര്യമില്ലെന്ന്. അന്നേരം ഒന്ന് ആലോചിച്ച് ഓടാം, ഇതാരാണ്? സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ്. അന്നേരം ഭഗവാൻ വന്നത് രാധാറാണിയുടെ ഭാവത്തിലാണ്, ഭക്തി ഭാവത്തിലാണ്. അന്നേരം അദ്വൈതാചാര്യ കാലിൽ തല വെച്ചപ്പോഴത്തേക്ക് ആ രാധാറാണിയുടെ ഭാവം മുഴുവൻ അങ്ങ് പോയെന്ന് തോന്നി. ഉടനെ ഭഗവാൻ വിഷമിച്ച് ഓടാൻ തുടങ്ങി. വേഗതയിൽ ഭഗവാൻ ഓടുകയാണ്. നിത്യാനന്ദ പ്രഭുവിന് മാത്രമേ ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് നിന്ന് ഓടാൻ പറ്റിയുള്ളൂ. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഗംഗയിലെടുത്ത് ഒറ്റ ചാട്ടം. നിത്യാനന്ദ പ്രഭു കൂട്ടത്തിൽ ചാടി എന്നുള്ളതാണ്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ നോക്കി, രണ്ടുപേരെ ആർക്കും കാണാൻ കഴിയുന്നില്ല. ഗംഗയുടെ ഒഴുക്ക് മാത്രമേ ഉള്ളൂ. അന്നേരം എല്ലാവരും ചിന്തിച്ചു, അയ്യോ അവർ രണ്ടുപേരും ജീവൻ ഉപേക്ഷിച്ചോന്ന് പറഞ്ഞു. ഏകദേശം 1 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്ക് ദൂരെ നോക്കിയപ്പോൾ രണ്ടുപേരെയും കണ്ടു.
എന്നിട്ട് അവർ രണ്ടുപേരും അവിടെ തീരത്ത് നന്ദനാചാര്യയുടെ വീട്ടിൽ പോയി. അന്നേരം അദ്വൈതാചാര്യർ കേട്ടു ചൈതന്യ മഹാപ്രഭു ഗംഗയിലേക്ക് ചാടിയെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ വിഷമായി. അന്നേരം അദ്ദേഹം വിചാരിച്ചു, ഭഗവാൻ ഇനി ജീവിതം അവസാനിപ്പിച്ചോ? അദ്വൈതാചാര്യർ കരഞ്ഞു പറഞ്ഞു, ഇനി എന്ത് ചെയ്യാനാന്ന് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഈ ചൈതന്യ മഹാപ്രഭു നിത്യാമ്പ്രയോടെ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ശ്രീവാസ് ഠാക്കൂറിന് മനസ്സിലായി അവിടെ ഉണ്ടെന്ന്. അന്നേരം പറഞ്ഞു, ഭഗവാനെ അങ്ങ് ഇവിടെ ഉണ്ട്, പക്ഷെ ഭക്തരെല്ലാവരും ചിന്തിച്ചു അങ്ങ് ജീവൻ ഉപേക്ഷിച്ചു എന്നാണ്. ഇത് എല്ലാവർക്കും വലിയ വിഷമമാവും, പ്രത്യേകിച്ച് അദ്വൈതാചാര്യന്. അദ്ദേഹം ഭക്ഷണവും കഴിക്കുന്നില്ല, ഉറങ്ങുന്നുമില്ല, എപ്പോഴും കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം എപ്പോഴും പറയും, ഞാൻ എന്താ ചെയ്തത്, ഞാൻ വലിയൊരു തെറ്റാ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തറയിൽ കിടന്ന് ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അന്നേരം ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഇപ്പോൾ ആള് നല്ലൊരു പാഠം പഠിച്ചു എന്ന് തോന്നുന്നു, ആളിനോട് പറയും ഞാനിവിടെ ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു. എന്നിട്ട് അദ്വൈതാചാര്യ വന്നിട്ട് പറഞ്ഞു, ഇനി ഒരിക്കലും അങ്ങയുടെ കാലിൽ ഞാൻ വീഴത്തില്ലെന്ന്. അന്നേരം ഇത് ചൈതന്യ മഹാപ്രഭു ഒരു പാഠം പഠിപ്പിക്കുകയായിരുന്നു അദ്വൈതാചാര്യ. ഓക്കെ, ഇനി അടുത്ത അദ്ദേഹത്തിലേക്ക് നമുക്ക് കിടക്കാം. ചൈതന്യ മഹാപ്രഭു നവദ്വീപിലുണ്ടായ സമയത്ത്, കാരണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്വൈതാചാര്യർ സദാശിവനും മഹാവിഷ്ണുവും കൂടെയാണ്. ചൈതന്യ മഹാപ്രഭു ആണെങ്കിൽ സാക്ഷാൽ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനാണ്. ആ ഒരു ഭാവം വെച്ചിട്ടാണ് അദ്വൈതാചാര്യൻ നമസ്കരിക്കുന്നത്. പക്ഷേ ചൈതന്യ മഹാപ്രഭുവിന് അത് ഇഷ്ടമല്ല. കാരണം ചൈതന്യ മഹാപ്രഭുവിനെക്കാട്ടി സീനിയർ ആയിട്ടുള്ള ഭക്തനാണ് ആര്? അദ്വൈതാചാര്യൻ. അതുകൂടാതെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഗുരുവായ മാധവേന്ദ്രപുരിയുടെ ശിഷ്യനാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അങ്ങ് എൻ്റെ കാലിൽ വീഴുന്ന സമയത്ത് എല്ലാവർക്കും തോന്നും ഞാൻ ഭഗവാനാണെന്ന്. ഇവിടെ ഭഗവാനാണെന്ന് ആരും അറിയാൻ പാടില്ല. അതുകൊണ്ട് അങ്ങ് ഇങ്ങനെ വീണ്ടും വീണ്ടും നമസ്കരിച്ചാൽ അത് ശരിയാവത്തില്ല. അങ്ങനെ അതിനു വേണ്ടിയാണ് ചൈതന്യ മഹാപ്രഭു ഈ ലീല രചിച്ചത്, ഒരു പാഠം പഠിപ്പിച്ചത്. അതോടുകൂടി അദ്വൈതാചാര്യർ ഇനി ഒരിക്കലും അങ്ങയുടെ കാല് തൊടത്തില്ല ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചർച്ച തുടരാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാന്ദ് കാസിയുടെ ലീലയാണ്. ചാന്ദ് കാസിക്ക് എങ്ങനെയാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ അനുഗ്രഹം കിട്ടിയത് നമുക്ക് പഠിക്കാം. ചൈതന്യ മഹാപ്രഭു നവദ്വീപിലുണ്ടായിരുന്ന സമയത്ത് ചാന്ദ് കാസി ആയിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ ചില ഹിന്ദുക്കളെല്ലാം അവിടെ ചെന്ന് എപ്പോഴും പരാതി പറയും. നിമായ് പണ്ഡിറ്റ് പൊതുവേദികളിലൊക്കെ കൃഷ്ണന്റെ നാമം ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് വലിയൊരു അപരാധമാണ് എന്ന് ഒരു കൂട്ടം ബ്രാഹ്മണർ പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു, ഭഗവാന്റെ നാമം ഒരിക്കലും ഇത്ര ഉറക്കെ ജപിക്കാൻ പാടില്ല. അങ്ങനെ ഒരു കൂട്ടം പരാതികളുമായിട്ട് അവിടെ എത്തി. അതുകൊണ്ട് ചാന്ദ് എന്തു ചെയ്തു? ഇനി ഒരിക്കലും കീർത്തൻ ചെയ്യാൻ പാടില്ല, കീർത്തൻ എന്നേക്കുമായിട്ട് അവിടെ ബാൻ ചെയ്തു ചാന്ദ്. ഇത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഇങ്ങനെ ചാന്ദ് സങ്കീർത്തനം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, അതൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ സങ്കീർത്തനം തുടരാൻ പറഞ്ഞു. അങ്ങനെ ഭക്തരെല്ലാവരും കൂടി ചേർന്ന് വീണ്ടും സങ്കീർത്തനം ചെയ്തു. ഉടൻ തന്നെ ചാന്ദ് സ്വയം വന്ന് വടിവെച്ച് മൃദംഗത്തെ പൊട്ടിച്ചു.
ഭഗവാന് വലിയ ദേഷ്യമായി. ഭഗവാൻ നവദ്വീപിലുള്ള എല്ലാ ഭക്തരോടും ഒത്തുകൂടാൻ പറഞ്ഞു. ഏകദേശം 2,00,000 പേരാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ സങ്കീർത്തനത്തിൽ പങ്കെടുത്തത്, ആ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി. ഇത്രയും പേര് ചാന്ദ്കാജിയുടെ വീട്ടിന് ചുറ്റും ഒത്തുകൂടി സങ്കീർത്തനം ചെയ്യുകയായിരുന്നു മഹാപ്രഭുവിനോടൊപ്പം. എന്നിട്ട് ഈ 2,00,000 പേരും പറഞ്ഞു, കാസിയെ കൊല്ലു, കാസിയെ കൊല്ലുന്നു. അവസാനം കാസി പുറത്തു വന്നു. എന്നിട്ട് ചൈതന്യ മഹാപ്രഭു എല്ലാവരോടും പറഞ്ഞു ശാന്തരായിട്ടിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അപ്പോൾ കാസി പറഞ്ഞു, ഞാനാണെങ്കിൽ അങ്ങയുടെ ഒരു മാമൻ്റെ പ്രായമല്ലേ, എന്നിട്ട് അങ്ങയുടെ അപ്പൂപ്പനും ഞാനുമായിട്ട് നല്ലൊരു ബന്ധത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കെ സ്വന്തം മാമൻ്റെ വീട്ടിൽ ഇങ്ങനെ ദേഷ്യത്തിലാണോ വരുന്നത് എന്ന്, അതായത് കാസി പേടിച്ച് ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്ത് പറഞ്ഞു. അന്നേരം ചൈതന്യ മഹാപ്രഭു പുറത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഉടനെ പറഞ്ഞു, ഒരു സ്വന്തം മരുമോനെ ഇങ്ങനെ വീട്ടിന് പുറത്താണോ നിർത്തുന്നത്, അകത്തോട്ട് ക്ഷണിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അന്നേരം ഉടനെ കാസി പറഞ്ഞു, ഇല്ല അങ്ങ് വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ മഹാപ്രഭു ഒറ്റയ്ക്ക് അകത്തോട്ട് പോകുന്നു. ഇങ്ങനെ മഹാപ്രഭുവും കാസിയായിട്ട് ചർച്ച തുടരുകയാണ്. അന്നേരം ചൈതന്യ മഹാപ്രഭു ചോദിക്കുകയാണ്, കാസി ഇസ്ലാമിക വിശ്വാസം ഉള്ള ആളാണല്ലോ. ഉടനെ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും കൊല്ലുന്നതെന്ന് ചോദിച്ചു. കാള കൃഷിസ്ഥലത്ത് കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ധാന്യങ്ങൾ ലഭിക്കുന്നത്, അതുകൊണ്ട് നമ്മുടെ അച്ഛൻ്റെ സ്ഥാനത്താണ്. പശുവാണ് നമുക്ക് പാല് തരുന്നത്, അന്നേരം പശു എന്ന് പറയുന്ന അമ്മയല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാണ് പശുക്കളെയും കാളകളെയും കൊല്ലുന്നതെന്ന് ചൈതന്യ മഹാപ്രഭു കാസിയോട് ചോദിച്ചു. അന്നേരം ഉടനെ ചാന്ദ്കാസി പറഞ്ഞു, ഹിന്ദുധർമ്മത്തിലും അശ്വമേധ യജ്ഞവും ഗോമേധ യജ്ഞത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ, അതിൽ പശുക്കളെയും കുതിരകളെയൊക്കെ കൊല്ലാറുണ്ടല്ലോ എന്ന് തോന്നുന്നു. അപ്പം ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, അത് പശുക്കളെയും കുതിരകളെയും കൊല്ലുന്നതല്ല, യജ്ഞത്തിലൂടെ അവർക്ക് പുതിയൊരു ശരീരം ലഭിക്കുകയാണെന്ന് തോന്നുന്നു. പക്ഷെ കലിയുഗത്തിലുള്ള വ്യക്തികൾ അത്രത്തോളം ശക്തരല്ല, അതുകൊണ്ട് അശ്വമേധ യജ്ഞമോ ഗോമേധ യജ്ഞമോ കലിയുഗത്തിൽ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും ശാസ്ത്രങ്ങളുടെ പല പല വിഷയങ്ങളും ചർച്ച ചെയ്തു. എന്നിട്ട് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഖുറാനിൽ 2 വഴിയുണ്ട്, നിവൃത്തി മാർഗവും പ്രവൃത്തി മാർഗവും. അതുകൊണ്ട് നിവൃത്തി മാർഗം പരിശീലിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ നിങ്ങൾ പ്രവൃത്തി മാർഗം മാത്രമേ ഇപ്പോൾ പറയാറുള്ളൂ. നിവൃത്തി മാർഗം എന്ന് പറഞ്ഞാൽ മോക്ഷത്തിലേക്കുള്ളത്, അതിനെക്കുറിച്ച് നിങ്ങൾ പറയാറില്ലെന്ന് പറഞ്ഞു. അതൊന്ന് ആലോചിച്ചു, ഖുറാനിൽ വരെ മോക്ഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, നമ്മൾ ഭഗവാന്റെ നാമമാണ് ജപിക്കുന്നത്, പിന്നെ എന്തിനാണ് നിങ്ങൾ നാമജപം തടസ്സപ്പെടുത്തുന്നതെന്ന്. എല്ലാ ശാസ്ത്രങ്ങളിലും ഭഗവാന്റെ നാമജപത്തെക്കുറിച്ച് പറയുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളെല്ലാവരും ജപിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ചാന്ദ്കാസി പറഞ്ഞു, ഞാൻ ആ മൃദംഗം പൊട്ടിച്ചതിന് ശേഷം ഇന്നലെ രാത്രി ഞാനൊരു പ്രത്യേക കാര്യം കണ്ടു. ഒരു പകുതി സിംഹവും പകുതി മനുഷ്യൻ്റെ രൂപമുള്ള ഒരാൾ എൻ്റെ സ്വപ്നത്തിൽ വന്നു. എന്നിട്ട് എൻ്റെ കഴുത്തിൽ പിടിച്ചിട്ട് പറഞ്ഞു, നീ എൻ്റെ നാമജപം തടസ്സപ്പെടുത്തി അല്ലേടാ, ഇനി നീ തടസ്സപ്പെടുത്തുവാണെങ്കിൽ നിന്നെ ഞാൻ തീർത്തേക്കുമെന്ന് പറഞ്ഞു. ഇനി ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്നിട്ട് ആ മൂർച്ചയേറിയ നഖം കൊണ്ട് എൻ്റെ നെഞ്ചത്ത് ഒരു പോറൽ പോറിയുന്നു. എന്നിട്ട് കാസി ഷർട്ട് ഊരി ഇങ്ങനെ കാണിച്ചു, നെഞ്ചത്ത് ആ സിംഹത്തിൻ്റെതായിട്ടുള്ള ഒരു പാട്. എന്നിട്ട് പറയുമ്പം തന്നെ ദേഹം മുഴുവൻ വിറയ്ക്കുക. ചൈതന്യ മഹാപ്രഭു ഉടനെ കാസിയെ തൊട്ടു അനുഗ്രഹിച്ചു. എന്നിട്ട് ഉടനെ തന്നെ
കാസി പറഞ്ഞു, ഞാനോ എൻ്റെ പരമ്പരയിൽ വരുന്ന ആരോ ഇനി മുതൽ ഹരിനാമത്തെ തടയാൻ പാടില്ല. അങ്ങനെ ഉടൻ തന്നെ സങ്കീർത്തനം വീണ്ടും ഏറ്റവും ശക്തമായിട്ട് ഇവിടെ ആരംഭിച്ചു. അങ്ങനെ ചാന്ദ്യാസിക്കും ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയെന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത അദ്ദേഹത്തിലേക്ക് കിടക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പുണ്ടരിക് വിദ്യാനിധി. പുണ്ടരിക് വിദ്യാനിധിയും ചൈതന്യ മഹാപ്രഭുവിൻ്റെ പരമ്പരയിലൊരു പാർശ്വനാണ്. ഗദാധർ പണ്ഡിറ്റ് എങ്ങനെയാണ് പുണ്ടരിക് വിദ്യാനിധിയെ കണ്ടതെന്ന്. അന്നേരം ഈ പുണ്ടരിക് വിദ്യാനിധി ആരാണെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. രാധാറാണിയുടെ അച്ഛൻ്റെ അവതാരമാണ് വൃഷഭാനു. ഗദാധർ പണ്ഡിറ്റ് ആരാണ്? രാധാറാണിയാണ്. പക്ഷെ ആ ഒരു ബന്ധത്തിലല്ല ഇവർ കാണുന്നത്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലയിൽ ഭക്തരെ തമ്മിൽ കാണുന്നു. അതെ, ആ ഒരു രീതിയിലാണ്. ഹരേ കൃഷ്ണ. അപ്പോൾ പുണ്ടരിക് വിദ്യാനിധിയും മഹാപ്രഭുവിൻ്റെ ലീലയിൽ പങ്കെടുക്കേണ്ട ഒരു പാർശ്വനാണ്. പക്ഷെ ഭഗവാന്റെ തന്നെ നിയോഗത്താൽ അദ്ദേഹം വേറൊരു സ്ഥലത്താണ് ജനിച്ചത്. ഭഗവാൻ നവദ്വീപിലുമാണല്ലോ വന്നത്. പക്ഷെ പുണ്ടരിക് വിദ്യാനിധി ഇതുവരെയും ഭഗവാന്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് ഭഗവാന് പുണ്ടരിക് വിദ്യാനിധിയെ കാണാൻ വലിയ ആഗ്രഹമായിരുന്നു. ഒരു ദിവസം ഭഗവാൻ കീർത്തനത്തിൽ ഇങ്ങനെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു, പുണ്ടരിക് പുണ്ടരിക് അങ്ങ് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ്. കാരണം ഭഗവാൻ രാധാറാണിയുടെ ഭാവത്തിലും കാണുമല്ലോ. എനിക്ക് എപ്പോഴാണ് അങ്ങേ കാണാൻ കഴിയുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പുണ്ടരിക്കിൻ്റെ പേര് പറഞ്ഞപ്പം തന്നെ ഭഗവാന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ധാരധാരയായിട്ട് കണ്ണീര് വരികയാണ്. വീണ്ടും വീണ്ടും പറയുകയാണ്, പുണ്ടരിക് പുണ്ടരിക്. പക്ഷെ ഇത് ആരാണെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. എല്ലാവരും വിചാരിച്ച് പുണ്ടരിക് എന്ന് പറയുന്നത് ഭഗവാന്റെ നാമവും പുണ്ടരീകാക്ഷം എന്ന് പറയാറുണ്ടല്ലോ. അന്നേരം അതായിരിക്കും പുണ്ടരിക് പുണ്ടരിക് എന്ന് വിളിച്ചതെന്ന്. അങ്ങനെ ഭഗവാൻ ആ ഭക്തിയിൽ മുങ്ങിയിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്നും പുറത്തു വന്നു. എന്നിട്ട് ഭക്തർ ചോദിച്ചു, അങ്ങ് ആർക്ക് വേണ്ടിയായിരുന്നു കരയുന്നത്? ആരാണ് ഈ പുണ്ടരിക് എന്ന് പറയുന്നത്? ആളെപ്പോഴാണ് ജനിച്ചത്? അദ്ദേഹം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അന്നേരം ഭഗവാൻ അറിയാമല്ലോ ഓരോ ഭക്തരെ എവിടേക്കാണ് വന്നിരിക്കുന്നത്. ഇവരെല്ലാം ഭഗവാന്റെ പാർശ്വനാണല്ലോ. അന്നേരം മെല്ലെ മെല്ലെ ഇവരെല്ലാം ഭഗവാനെ സഹായിക്കാനായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് എത്തുകയാണ് അല്ലേ. അപ്പം ഭഗവാൻ അവതരിച്ചപ്പോൾ വൃന്ദാവനവാസികളായിട്ട് കുറേ ഭക്തരുണ്ട്, ദ്വാരകാവാസികളായിട്ട് കുറച്ച് പേരുണ്ട് അല്ലേ, പാണ്ഡവരായിട്ടും അങ്ങനെ ഇവർ പല പല സ്ഥലങ്ങളിലായിട്ട് ഭഗവാന്റെ പാർശ്വത്തിൽ അവതരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ പുണ്ടരിക്കിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു, അതിലൂടെ തന്നെ നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരായിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തികളും അദ്ദേഹത്തിൻ്റെ സ്വഭാവം വളരെ അത്ഭുതകരമാണ്. പുണ്ടരിക് എന്ന പേര് കേൾക്കുന്നതിലൂടെ തന്നെ ഈ 14 ലോകങ്ങളും ശുദ്ധമാകുന്നു.
അദ്ദേഹത്തിൻ്റെ ഭക്തിഭാവം കണ്ടു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ പൊതുവെ പുറമേ ഉള്ള ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ സാധാരണ ഒരു വ്യക്തിയായിട്ട് തോന്നും. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ പരിശുദ്ധ ഭക്തി ആർക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അദ്ദേഹം വലിയൊരു പണ്ഡിതനാണ്, വലിയൊരു ബ്രാഹ്മണനുമാണ്, ധാർമ്മിക ബോധമുള്ള വ്യക്തിയാണ്, എല്ലാവർക്കും ബഹുമാന്യനാണ്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഭക്തിഭാവത്തിലാണ്. ഭഗവാനെക്കുറിച്ച് കേൾക്കുമ്പോഴോ പറയുമ്പോഴോ അദ്ദേഹം തുടർച്ചയായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും. ദേഹം മുഴുവൻ രോമാഞ്ചമുണ്ടാകും, ബോധം കെട്ട് വീഴും. അദ്ദേഹം ഒരിക്കലും ഗംഗാ നദിയിൽ തർപ്പണം ചെയ്യാൻ പോവാറില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പാപങ്ങളൊന്നും ഗംഗാദേവി കൊടുക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നു. ഒരിക്കലും ഗംഗാ ജലത്തിലേക്ക് പ്രവേശിക്കാറില്ല, കാലുകൊണ്ട് സ്പർശിക്കാറില്ല. പക്ഷെ ദൂരെ നിന്നും എല്ലാ സന്ധ്യാവേളകളിലും ആ ഗംഗാദേവിയെ നമസ്കരിക്കാൻ വേണ്ടി പോകാറുണ്ട്. അതും പശുക്കളെല്ലാം അവർ ജലമെല്ലാം കുടിച്ചിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ദൂരെ നിന്നും ഗംഗാദേവിയെ നമസ്കരിക്കാറുണ്ട്. മറ്റു വ്യക്തികൾ ഗംഗാദേവിയിൽ തുപ്പുന്നത് അതൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അവർ കുളിക്കുന്നത് ഇഷ്ടമല്ല. അവരുടെ വാ കഴുകുന്നു, അവരുടെ മുടി കഴുകുന്നു, തുണി കഴുകുന്നു. കാരണം ഇതൊരു സാധാരണ നദിയല്ല. അതുകൊണ്ട് അദ്ദേഹം വൈകുന്നേരത്ത് പോകുന്നതാണ് അദ്ദേഹം ഉചിതമായിട്ട് വിചാരിച്ചിരിക്കുന്നത്. അതായത് മറ്റു വ്യക്തികൾ അവിടെ വന്ന് ഗംഗാദേവിയിൽ വാ കഴുകി തുപ്പുന്നതും കുളിക്കുന്നതും തുണി കഴുകുന്നതും ഇതൊക്കെ കാണുമ്പോൾ പുണ്ടരീക വിദ്യാർത്ഥിനിക്ക് ഭയങ്കര വിഷമം തോന്നും. അതുകൊണ്ട് എല്ലാവരും പോയതിന് ശേഷം സന്ധ്യാവേളയിൽ അവിടെ ദൂരെ നിന്ന് ഗംഗാദേവിയെ നമസ്കരിച്ചിട്ടാണ് പോകുന്നത്. എത്ര വലിയ ഭാവം നോക്കണേ അല്ലേ? അതുകൊണ്ട് ഗംഗാദേവിയുടെ മഹത്വം എല്ലാവരും മനസ്സിലാക്കണം എന്ന്. അതുകൂടാതെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും ഗംഗാജലം കുടിച്ചിട്ടേ പൂജാതി കർമ്മങ്ങൾ ചെയ്യാറുള്ളൂ. ഒരു ചൈതന്യ മഹാപ്രഭു പറയുന്നു, അദ്ദേഹം ചട്ടഗ്രാമം എന്ന് പറയുന്ന സ്ഥലത്താണ്. പക്ഷേ അധികം താമസിക്കാതെ അദ്ദേഹം നവദ്വീപിലേക്ക് വരും. അദ്ദേഹത്തിന് ഇവിടെ ഒരു വീടും ഉണ്ടെന്നു. അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല. ആദ്യം നിങ്ങൾ കാണുമ്പോൾ അദ്ദേഹം ഒരു സാധാരണ വ്യക്തിയായിട്ടേ തോന്നുന്നു. അങ്ങനെ പുണ്ടരീക വിദ്യാനിധിയെക്കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഭഗവാൻ ഭക്തിഭാവത്തിലേക്ക് മഗ്നനായി. എന്നിട്ട് വീണ്ടും പറഞ്ഞു, പുണ്ടരീക്, എൻ്റെ പ്രിയപ്പെട്ട അച്ഛനായ പുണ്ടരീക് എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. ഭഗവാന് മാത്രമേ ഇത്രയും പരിശുദ്ധ ഭക്തനാണ്. അന്നേരം ഭഗവാൻ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, പുറമേ ഉള്ള കാര്യമല്ല നോക്കുന്നത്, ഉള്ളിലെ ഭാവമാണ് നോക്കുന്നത്. ഭഗവാന്റെ കാരുണ്യത്താൽ മാത്രമേ ഒരു പരിശുദ്ധ ഭക്തന്റെ ഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അങ്ങനെ പുണ്ടരീക് വിദ്യാനിധി നവദ്വീപിലേക്ക് എത്തി. അദ്ദേഹത്തിനോടൊപ്പം കുറെ ശിഷ്യരെയും കൂട്ടിയാണ് വന്നത്. പക്ഷെ ആരും അറിയാതെ അദ്ദേഹം നവദ്വീപിലിരിക്കുകയാണ്. അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ വലിയ ആർഭാടത്തിൽ ജീവിക്കുന്ന ഒരു പ്രമാണിയെ പോലെ തോന്നും. പക്ഷേ മുകുന്ദൻ എന്ന് പറയുന്ന ഭഗവാന്റെ ഒരു പാർഷകനുണ്ട്. അത് കൂടാതെ വാസുദേവ് ദത്ത്, ഇവർക്ക് മാത്രമേ പുണ്ടരീക് വിദ്യാനിധി ആരാണെന്ന് അറിയത്തുള്ളൂ. ഗദാധർ പണ്ഡിതും മുകുന്ദനും വലിയ സുഹൃത്തുക്കളായിരുന്നു. ഒരിക്കൽ മുകുന്ദൻ ഗദാധർ പണ്ഡിതിനോട് പറഞ്ഞു, ഗദാധർ പണ്ഡിത് ആരാന്നറിയാലോ, സാക്ഷാൽ ശ്രീമതി രാധാറാണി. ഒരിക്കൽ മുകുന്ദൻ ഗദാധരനോട് പറഞ്ഞു, ഗദാധർ,
വലിയൊരു വൈഷ്ണവൻ നവദ്വീപിലേക്ക് വന്നിട്ടുണ്ടെന്നറിയും. എനിക്ക് ഭക്തരെ കാണുന്നത് വലിയ ഇഷ്ടമല്ലേ, അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ കാണാൻ പോയാലോ എന്ന് പറഞ്ഞു. അന്നേരം ഗദാധരന് വലിയ സന്തോഷമായി. കാരണം ഭക്തരെ കാണുമെന്ന് പറഞ്ഞാൽ അത്യപൂർവമായിട്ടുള്ളൊരു കാര്യമാണല്ലോ. അതുകൊണ്ട് നേരെ മുകുന്ദനും ഗദാധർ പണ്ഡിതും കൂടെ പുണ്ടരീകന്റെ വീട്ടിൽ പോയി. എന്നിട്ട് നമസ്കരിച്ചു. രണ്ടുപേർക്ക് ഇരിക്കാനുള്ള അവസരം അവിടെ ഒരു സ്ഥലം കൊടുത്തു. പുണ്ടരി വിദ്യാനിധി മുകുന്ദനോട് ചോദിച്ചു, ഇതാരാണ് ചോദിച്ചു. ഇതാരാണ്, ഏത് ഗ്രാമത്തിൽ നിന്നായിരുന്നു വരുന്നത്? ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് ഒരുപാട് തേജസ് ഉള്ളതായിട്ട് ഞാൻ കാണാൻ പറ്റുന്നുണ്ട്, അത്രത്തോളം ഭഗവാന്റെ സേവനം ചെയ്യുന്നു എന്ന് തോന്നുന്നു പറഞ്ഞു. മുകുന്ദൻ പറഞ്ഞു, ഇതെൻ്റെ സുഹൃത്താണ്, ഇദ്ദേഹത്തിൻ്റെ പേര് ഗദാധർ എന്നാണ്. കുട്ടിക്കാലം മുതലേ ഭൗതികമായിട്ടുള്ള ഒരു കാര്യത്തിലും ഈ കൂട്ടുകാരന് താല്പര്യമില്ല. അദ്ദേഹത്തിൻ്റെ അച്ഛൻ മാധവ് മിശ്ര അദ്ദേഹത്തിന് ഭക്തരുമായിട്ട് ഇടപെടുന്നത് മാത്രമാണ് ഇഷ്ടം. ഭക്തർക്കെല്ലാം വളരെ പ്രിയങ്കരനാണെന്ന് പറഞ്ഞു. അങ്ങയെക്കുറിച്ച് കേട്ട ഉടൻ തന്നെ അങ്ങയെ കാണണമെന്ന് വലിയ ആഗ്രഹം തോന്നിയെന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ടപ്പോൾ പുണ്ടരീകന് ഒരുപാട് സന്തോഷമായി ഗദാധർ പണ്ഡിതനെ കണ്ടപ്പോൾ. അന്നേരം വലിയ ആർഭാടത്തിലായിരുന്നു പുണ്ടരീക ഇരിക്കുന്നത്. വലിയ മനോഹരമായിട്ടുള്ള ഒരു കസേര, ചുറ്റും പരിചാരകർ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് കുടിക്കാനായിട്ടുള്ള വെള്ളം വലിയ വലിയ കൂജകളിൽ നിറച്ചു വച്ചിരിക്കുന്നു. എന്നിട്ട് താമ്പൂലം അവിടെ നിറച്ചു വച്ചിരിക്കുന്നു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ താമ്പൂലം എടുത്ത് ചവയ്ക്കും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കണ്ണാടിയിൽ ഇങ്ങനെ നോക്കും, മുടി ചീയിക്കൊണ്ടിരിക്കും. ഇതിൽ ആർക്ക് കണ്ടാലും തോന്നും ഇദ്ദേഹം ഭക്തനല്ല, സുഖസമൃദ്ധിയിൽ ജീവിക്കുന്ന ആളാണ്. അത് ഈ ഭൗതിക കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഗദാധർ പണ്ഡിതിന് അത്ര അതൊന്നും പിടിച്ചില്ല. കാരണം ഗദാധർ പണ്ഡിത് കുട്ടിക്കാലം മുതലേ വിരക്തിയിലാണല്ലോ. അതുകൊണ്ട് ഗദാധർ പണ്ഡിത് ഉള്ളിൽ ചിന്തിച്ചു, ഇത് ഏത് തരത്തിലുള്ള ഭക്തനാണ്, ഫുൾ ആർഭാടത്തിൽ ജീവിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭക്തിഭാവത്തെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ പ്രതീക്ഷകളായിരുന്നു, പക്ഷെ ഇതെന്ത് ഭക്തനാണ് എന്ന് ഗദാധർ പണ്ഡിറ്റ് ചിന്തിച്ചു. അന്നേരം മുകുന്ദന് മനസ്സിലായി ഗദാധർ പണ്ഡിതിൻ്റെ ഉള്ളിൽ പുണ്ടരീക് വിദ്യാനിധിയെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ വരുന്നുണ്ടെന്നും മനസ്സിലായി. അതുകൊണ്ട് പുണ്ടരീക് ആരാണെന്ന് ഞാൻ യഥാർത്ഥത്തിൽ ഒന്ന് കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ്, അപ്പോൾ മനസ്സിലാവില്ല ആരാണ്, ആ പുണ്ടരീകിൻ്റെ ആ ഭക്തിഭാവം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാമെന്ന് മുകുന്ദൻ നിശ്ചയിക്കുകയാണ്. അതുകൊണ്ട് വളരെ മധുരമായിട്ടുള്ള സ്വരത്തിൽ മുകുന്ദൻ ശ്രീമദ് ഭാഗവത്തിലെ ഒരു ശ്ലോകം ഉരുവിടാൻ തുടങ്ങി. അതിൽ പൂതന വരുന്നതും പൂതന ഭഗവാനെ കൊല്ലാനായിട്ട് ആഗ്രഹിക്കുന്നതും എന്നിട്ട് പൂതനെ കൊല്ലുന്ന സമയത്ത് പറയുന്നു, അതായത് ഞാൻ നിന്റെ അമ്മയാകാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ കംസൻ എന്നോട് കൊല്ലാൻ പറഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ പൂതന പറയുന്ന രീതിയിൽ കുറേ ശ്ലോകങ്ങൾ ഉരുവിട്ടു. ശ്രീമദ് ഭാഗവത്തിൽ ഒരു ശ്ലോകം ഉണ്ടല്ലോ, അതായത് ആരാണ് ഇതിൽ കൂടുതൽ കാരുണ്യവാനായിട്ടുള്ളത്? ഇത് ഉദ്ധവര് വിതുരരോട് പറയുന്ന ശ്ലോകമാണ്. അതായത് ഭഗവാനെക്കാട്ടിയും കാരുണ്യവാനായിട്ട് ആരാണുള്ളത്? കാരണം അദ്ദേഹത്തെ കൊല്ലാൻ വന്ന പൂതനയ്ക്ക് പോലും അമ്മയുടെ സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ആ പൂതനയ്ക്ക് ഭഗവാനോട് കുറച്ച് വാത്സല്യം തോന്നി, അതിൻ്റെ പേര്.
അങ്ങനെയാണെങ്കിൽ ഭഗവാന് ഭക്തരോട് എത്രമാത്രം കാരുണ്യം കാണും എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് ഉദ്ധവർ പറയുന്ന ആ ശ്ലോകം ഉരുവിട്ടു. ഇത് പുണ്ടരി കേട്ട ഉടൻ തന്നെ കണ്ണീന്ന് ധാരധാരയായിട്ട് കണ്ണീര് വരാൻ തുടങ്ങി. എന്നിട്ട് ഇവിടെ പറയും, വെള്ളം ഇങ്ങനെ ഒഴുകുന്നത് പോലെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകുകയായിരുന്നു. ഒരേ സമയത്ത് അദ്ദേഹം കരയുന്നുണ്ടായിരുന്നു, വിറയ്ക്കുന്നുണ്ടായിരുന്നു, മണ്ണിൽ കിടന്ന് ഉരുളുകയായിരുന്നു, അലറിക്കൊണ്ടിരുന്നു, ബോധം കെട്ട് വീഴുന്നു, വീണ്ടും ബോധം വരുന്നു. എന്നിട്ട് ഈ മുകുന്ദൻ ഇങ്ങനെ പറയുന്നതിനനുസരിച്ച് വിദ്യാനിധിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ചുറ്റുമുള്ള വസ്തുവകളെല്ലാം തട്ടിത്തെറിപ്പിക്കുന്നു. അതായത് ഭഗവാനെ കാണാനുള്ള ആഗ്രഹം വളരെ തീവ്രമായിക്കൊണ്ടേയിരിക്കുകയാണ്. അടുത്തുള്ള വെള്ളിപാത്രങ്ങളും സ്വർണ്ണപാത്രങ്ങളും എല്ലാം തട്ടിത്തെറിപ്പിച്ചെറിഞ്ഞു. എന്നിട്ട് അവിടെ ഇരിക്കുന്ന ആ കുഷനും അതെല്ലാം വലിച്ചു കീറി അവിടെ എല്ലാം അലങ്കോലമാക്കി എന്നുള്ള. എന്നിട്ട് പുണ്ടരീകനാഥ് വിദ്യാനിധി കരയാൻ തുടങ്ങി. ചൈതന്യ മഹാപ്രഭു വന്നിട്ടും എനിക്കിതുവരെ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും പേടിയായി. അദ്ദേഹത്തിൻ്റെ എല്ലുകളൊക്കെ പൊട്ടിക്കാണും ഇനി. അല്ല, ആ രീതിയിലായിരുന്നു വീഴുന്നത്. എല്ലാവരും ഇങ്ങനെ പിടിക്കാൻ നോക്കി. കണ്ണി കാണുന്ന എല്ലാം ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അവസാനം അദ്ദേഹം ബോധം കെട്ട് വീഴുകയാണ്. ശ്വാസം പോലും നിലച്ചോ എന്നൊരവസ്ഥയിലേക്ക്. അത്രത്തോളം ഒരു ശ്ലോകം കേട്ടപ്പോഴത്തേക്ക് അത്രത്തോളം ഭാവത്തിലേക്ക് പോയെന്നുള്ളത്. ഇതെല്ലാം കണ്ടിട്ട് ഗദാധർ പണ്ഡിറ്റ് ചിന്തിക്കും, ഇത്രയും വലിയൊരു ഭക്തനാണല്ലോ, ഈ ഭക്തനെ കുറിച്ചാണ് ഞാൻ തെറ്റിദ്ധരിച്ചത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഗദാധർ പണ്ഡിറ്റ് മുകുന്ദനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നീയാണ് എൻ്റെ യഥാർത്ഥ സുഹൃത്ത്. നീ കാണിച്ചു വന്നു ഒരു പരിശുദ്ധ ഭക്തൻ എങ്ങനെയായിരിക്കണം. ഇങ്ങനെയുള്ളൊരു പരിശുദ്ധ ഭക്തനെ 14 ലോകങ്ങളിൽ നമുക്ക് കാണാൻ കഴിയില്ലെന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഈ ഭക്തിഭാവം കാണുന്നതിലൂടെ തന്നെ നമ്മൾ എത്രയോ പരിശുദ്ധമാണ്. അദ്ദേഹത്തിൻ്റെ ആർഭാട ജീവിതമൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇദ്ദേഹം ഭൗതികതയിൽ മുങ്ങി ജീവിക്കുകയാണെന്ന്. പക്ഷേ പുണ്ടരീക് വിദ്യാനിധി എത്ര വലിയ ഭക്തനാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തെ തന്നെ എൻ്റെ ഗുരുവായിട്ട് സ്വീകരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. പുണ്ടരീക് വിദ്യാനിധിയുടെ ശിഷ്യനാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഗദാധർ പണ്ഡിറ്റ് പറഞ്ഞു. പുണ്ടരീക് വിദ്യാനിധി ഏകദേശം 6 മണിക്കൂർ ഏകദേശം കോമയിലായതുപോലെയായിരുന്നു. ഒറ്റ ശ്ലോകം കേട്ടപ്പോഴാണ് അതാണ് നമ്മൾ മനസ്സിലായത്. ഗദാധർ പണ്ഡിറ്റിനും അദ്ദേഹത്തിൻ്റെ കണ്ണുനീര് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലായിരുന്നു. തുടർച്ചയായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുകുന്ദൻ അവസാനം 6 മണിക്കൂറിന് ശേഷം പുണ്ടരീക് വിദ്യാനിധിയുടെ ബോധം തിരിച്ചെത്തിയപ്പോൾ പുണ്ടരീക് വിദ്യാനിധിയത്ത് പറഞ്ഞു, ഗദാധർ പണ്ഡിറ്റിന് ആദ്യം അങ്ങയെക്കുറിച്ച് കുറേ സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമായി. അങ്ങ് ഗദാധർ പണ്ഡിറ്റിൻ്റെ ഗുരു ആകണം എന്ന് പറഞ്ഞു. പുണ്ടരീക് വിദ്യാനിധി ഉടനെ സമ്മതിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത്യപൂർവമായിട്ടുള്ള രത്നമാണ്. ഇതേപോലൊരു ശിഷ്യനെ കിട്ടണമെങ്കിൽ എത്രയോ ജന്മങ്ങൾ ഞാൻ എടുക്കണം. എന്നിട്ട് പറഞ്ഞു, വരുന്ന ദ്വാദശി ദിവസം
ഞാൻ അങ്ങേക്ക് ദീക്ഷ തരാമെന്ന് പറഞ്ഞു. മുകുന്ദൻ അവിടുന്ന് പിന്നെ പോയി ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടു. ഭഗവാൻ പുണ്ടരിക് വിദ്യാനിധി വന്നു എന്ന് അറിഞ്ഞതിനെക്കുറിച്ച് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. പുണ്ടരിക് ആ ദിവസം രാത്രിയിൽ ആരും കാണാതെ ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ വരികയാണ്. ഭഗവാനെ കണ്ട ഉടൻ തന്നെ ഒറ്റയടിക്ക് ബോധം കെട്ട് വീണെന്നുള്ളു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട കൃഷ്ണ, അങ്ങാണ് എൻ്റെ സർവസ്വം. ഞാൻ എത്ര വലിയ ദുഷ്ടനാണ്, ഞാൻ എത്ര വലിയ നീചനാണ്. അങ്ങ് എല്ലാവർക്കും കാരുണ്യം നൽകുന്നു, എനിക്ക് എന്തുകൊണ്ട് കാരുണ്യം നൽകുന്നില്ല? ഇതെല്ലാം കേട്ടിട്ട് എല്ലാ ഭക്തരും കരയാൻ തുടങ്ങി. എന്നിട്ട് ഭഗവാൻ പുണ്ടരിക് വിദ്യാനിധി എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, അവസാനം എനിക്ക് അങ്ങേ കാണാൻ പറ്റിയല്ലോ, എൻ്റെ മഹാസൗഭാഗ്യം എന്ന് ഭഗവാൻ പറയുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് അവിടെയുള്ള ഭക്തരെല്ലാവരും സന്തോഷിച്ചു. ഇത്രയും വലിയൊരു ഭക്തനെ നമുക്ക് കാണാൻ പറ്റിയല്ലോ എന്ന്. എല്ലാവരും സന്തോഷത്താൽ കരയാൻ തുടങ്ങി. ഭഗവാൻ ഏറ്റവും പ്രിയങ്കരനാണ് പുണ്ടരിക് വിദ്യാനിധി എന്ന് മനസ്സിലാക്കി എല്ലാവർക്കും വലിയ സന്തോഷമായി. രണ്ടുപേരും, ഭഗവാനും പുണ്ടരിക് വിദ്യാനിധിയും രണ്ടുപേരും എന്ത് പറയുന്ന ഈ ലോകമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു വേറെ ഏതോ ലോകത്തെത്തിയത് പോലെയായിരുന്നു. അപ്പോൾ പിന്നെ ധ്യാനനിമഗ്നായിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഭഗവാൻ പുറത്തു വന്നിട്ട് ഭഗവാൻ ഹരി ഹരി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഇന്ന് ഭഗവാൻ എന്നോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു, എൻ്റെ എല്ലാ ആഗ്രഹത്തെയും പൂർത്തീകരിച്ചിരിക്കുന്നു. അത്രയ്ക്ക് ശുദ്ധ ഭക്തനെയാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. എന്നിട്ട് എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് സങ്കീർത്തനം ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ഭഗവാൻ പരിചയപ്പെടുത്തുകയാണ്, ഇതാണ് പുണ്ടരിക് വിദ്യാനിധി. ഇദ്ദേഹം കൃഷ്ണപ്രേമം നൽകാൻ വേണ്ടി മാത്രം ഈ ലോകത്ത് വന്നിരിക്കുകയാണ്. എല്ലാവരും ഒരുമിച്ച് ഹരി ഹരി ഹരി. ഇന്ന് വളരെ പ്രത്യേക ദിവസമാണ്. എല്ലാവരും പറഞ്ഞു, നമുക്കെല്ലാവർക്കും ഇത്രയും നല്ലൊരു ഭക്തനെ കാണാൻ പറ്റിയല്ലോ എന്ന്. എന്നാൽ ഇത്രയും നേരം പുണ്ടരിക്ക് ഭഗവാനെ മാത്രം കണ്ട് മഗ്നനായിട്ടിരിക്കുന്നതുകൊണ്ട് ഭക്തരെ ആരും കണ്ടില്ല. ഇനി എല്ലാവരെയും നമസ്കരിക്കാൻ തുടങ്ങി. ആദ്യം ഭഗവാനെ നമസ്കരിച്ചു, അദ്വൈതാചാര്യരുടെ മുമ്പിൽ നമസ്കരിച്ചു, എല്ലാ ഭക്തരുടെ മുമ്പിൽ നമസ്കരിച്ചു. എല്ലാവർക്കും വലിയ സന്തോഷമായി. എന്നിട്ട് ഗദാധർ പണ്ഡിറ്റ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ അനുവാദത്തോടു കൂടി പുണ്ടരിക് വിദ്യാനിധിയിൽ നിന്നും ദീക്ഷ എടുക്കാൻ അനുവാദം എടുത്തു. എന്നിട്ട് ഗദാധർ പണ്ഡിറ്റ് പറഞ്ഞു, എനിക്ക് ആദ്യം ഇദ്ദേഹത്തിൻ്റെ മഹത്വമൊന്നും മനസ്സിലായില്ല, ഇപ്പം ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ദീക്ഷ എടുക്കാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞു. ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, എത്രയും പെട്ടെന്ന് ദീക്ഷ എടുക്കുമെന്ന്. ഉടൻ തന്നെ ഗദാധർ പണ്ഡിറ്റ് ഒരു യജ്ഞം ചെയ്തു. എന്നിട്ട് പുണ്ടരിക് വിദ്യാനിധി ദീക്ഷാമന്ത്രം കൊടുത്തു. എന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കണം, ഭഗവാന്റെ ലീലയിൽ പുണ്ടരിക് വിദ്യാനിധി എന്ന് പറയുന്നത് സാക്ഷാൽ വൃഷഭാനുവാണ്. എന്നിട്ട് ഗദാധർ പണ്ഡിറ്റ് എന്ന് പറയുന്നത് ശ്രീമതി രാധാറാണി. അച്ഛൻ തന്നെ മകൾക്ക് ദീക്ഷ കൊടുക്കും. ഹരേ കൃഷ്ണ. പക്ഷെ രാധാറാണി ആരാണ് അല്ലേ? എല്ലാം രാധാറാണിയുടെ ലീലകളാണ്. ഒരിക്കൽ ഗദാധർ പണ്ഡിറ്റ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്ത് എത്തി. എന്നിട്ട് പറഞ്ഞു, ഗദാധർ പണ്ഡിറ്റ് പറഞ്ഞു, ഞാൻ എൻ്റെ മന്ത്രം യോഗ്യരല്ലാത്ത കുറച്ച് ഭക്തർക്ക് കൊടുത്തു. അതിനുശേഷം എൻ്റെ മനസ്സ് വളരെയധികം
ദുഃഖത്തിലാണ്. അതുകൊണ്ട് എനിക്ക് ആ മന്ത്രം ഒന്നും കൂടെ വേണമെന്ന് പറഞ്ഞു. ആരടുത്ത് പറഞ്ഞു? ചൈതന്യ മഹാപ്രഭുവിനോട്. ആ മന്ത്രം എനിക്ക് ഒന്നും കൂടെ തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, അങ്ങയുടെ മന്ത്രഗുരു എന്ന് പറഞ്ഞ പുണ്ടരിക്കല്ലേ? അങ്ങ് വലിയ അപരാധമൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും അങ്ങയുടെ ഗുരു അവിടെ ഉള്ള സ്ഥിതിക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെയാണ് മന്ത്രം വീണ്ടും സ്വീകരിക്കേണ്ടത്, എന്നിൽ നിന്നല്ലെന്ന്. അപ്പോൾ ഗദാധർ പറഞ്ഞു, അങ്ങ് എനിക്ക് മന്ത്രം നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. അങ്ങനെ അതായത് പ്രധാനമായിട്ടും ഗദാധർ പണ്ഡിത് യോഗ്യരല്ലാത്ത കുറച്ച് പേർക്ക് ദീക്ഷാമന്ത്രങ്ങൾ, അതായത് ദീക്ഷ കൊടുത്തിരുന്നു. അതായത് കാരുണ്യം കൊണ്ട് കൊടുത്തതാണ്. പക്ഷെ അവർ ഭക്തിയിൽ നിന്നും പോകുന്ന സമയത്ത് അവരതിൽ സീരിയസ് അല്ല എന്ന് മനസ്സിലായപ്പോൾ ഗദാധർ പണ്ഡിത് തോന്നി ഒന്നുകൂടെ ദീക്ഷ എടുക്കണമെന്ന്. അന്നേരം അപ്പോഴേക്കും പുണ്ടരിക് വിദ്യാനിധി അവിടെ നിന്ന് പോയിരുന്നു. അപ്പോൾ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ആ മന്ത്രങ്ങൾ ഒന്നും കൂടെ തരാമോ, ദീക്ഷാമന്ത്രങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, വിഷമിക്കേണ്ട, ഇതിന് കുറച്ച് ദിവസം കഴിയുമ്പോൾ പുണ്ടരിക് വിദ്യാനിധി ഇവിടെ വരും, അപ്പോൾ അങ്ങേക്ക് ദീക്ഷ എടുക്കാമെന്ന് പറഞ്ഞു. അന്നേരം ഒരു ഭക്തരുടെ ജീവിതം എത്ര സീരിയസ് ആയിട്ടിരിക്കണം, ദീക്ഷ എടുക്കേണ്ടത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. സാക്ഷാൽ ശ്രീമതി രാധാറാണി പോലും ദീക്ഷ എടുത്തിരിക്കുന്നു. ഈ ലോകത്ത് ഭക്തനായിട്ട് വന്നപ്പോൾ രാധാറാണി ദീക്ഷ എടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ പുണ്ടരിക് വിദ്യാനിധിയുടെ മഹത്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം ഭഗവാന്റെ നാമജപം കേട്ടതിന് ശേഷം, ഭഗവാന്റെ ഭാഗവത്തിലെ ആ ശ്ലോകം കേട്ടതിന് ശേഷം ഏകദേശം 6 മണിക്കൂറോളം അതിൽ മഗ്നനായിട്ടിരിക്കുകയായിരുന്നു. ഒരു ജീവൻ പോലും ഇല്ലാത്ത, ശ്വാസം പോലും നിലച്ചു എന്ന് എല്ലാവരും കരുതി. അത്രയ്ക്ക് ഭക്തിഭാവത്തിലായിരുന്നു പുണ്ടരിക് വിദ്യാനിധി. അതാണ് നമ്മൾ ഇന്നത്തെ ഈ സത്സംഗം പഠിച്ചത്. ഹരേ കൃഷ്ണ. ബാക്കി നമുക്കിന്ന് വൈകുന്നേരത്ത് 6 മണിക്ക് ചർച്ച ചെയ്യാം. ഇന്ന് എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഇന്ന് ഗോശാലയിലേക്ക് ഒന്ന് പോകണമായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ സത്സംഗം എടുത്തത്. ഇത് അറിയാത്ത ഭക്തർ ഒന്നും കൂടെ ഇന്ന് രാവിലത്തെ സത്സംഗം കേൾക്കാം. രാവിലെ 5 മണിക്കാണ് തുടങ്ങിയത്. ഏകദേശം 1 മണിക്കൂറോളം ഈ സത്സംഗം ഉണ്ടായിരുന്നു. ഹരേ കൃഷ്ണ. ഇനി വൈകിട്ട് നമുക്ക് 6 മണിക്ക് കാണാം.